BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. വിസിറ്റ് വിസയിൽ വന്ന ശേഷം ജോലിയിൽ പ്രവേശിക്കുന്ന സംഭവങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ദേശീയത പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫ. കഴിഞ്ഞ 2 വർഷത്തിനിടെ ആയിരക്കണക്കിന് റെസിഡൻസി നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. NPRAയും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയും പരിശോധനകൾ ശക്തമാക്കിയതിനെ തുടർന്നാണിവ കണ്ടെത്തിയത്. ടൂറിസ്റ്റ് വിസകളുടെ ദുരുപയോഗം തടയാനായി കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിസിറ്റ് വിസ സ്പോൺസർ ഇല്ലാതെ തൊഴിൽ വിസയോ ആശ്രിത വിസയോ ആക്കി മാറ്റാൻ കഴിയാത്ത തരത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ നിയമം നിലവിൽ വന്നിരുന്നു. സ്പോൺസർ ഇല്ലാത്ത വിസിറ്റ് വിസകൾ തൊഴിൽ വിസയാക്കി മാറ്റാനാവില്ല. സ്പോൺസറുള്ള വിസിറ്റ് വിസകൾ 250 ദിനാർ അടച്ച് തൊഴിൽ അല്ലെങ്കിൽ ആശ്രിത വിസയിലേക്ക് മാറ്റാവുന്നതാണ്. മുൻപ് ഇത് 60 ദിനാർ ആയിരുന്നു. വിസിറ്റ് വിസ സ്പോൺസർ ചെയ്യുന്നയാൾ തന്നെയായിരിക്കണം തൊഴിൽ വിസ സ്പോൺസറുമെന്ന നിബന്ധനയുമുണ്ട്. പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ. വിസിറ്റ് വിസ കൈമാറ്റം ചെയ്യാനാകില്ലെന്നും ബഹ്റൈനിൽ ജോലിക്ക് ലഭിക്കണമെങ്കിൽ ഒരു കമ്പനി നൽകിയ ശരിയായ വർക്ക് പെർമിറ്റ് നൽകണമെന്നും വിസിറ്റ് വിസയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 47,023 പരിശോധനകളാണ് LMRA നടത്തിയത്. 4,232 നിയമവിരുദ്ധ തൊഴിലാളികളെ കണ്ടെത്തി. നിയമ നടപടികൾക്ക് ശേഷം 5,477 വ്യക്തികളെ നാട് കടത്തി. ഈ വർഷം 20 വരെ 1,254 നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തു. 1,781 ക്രമരഹിത തൊഴിലാളികളെ നാട് കടത്തിയിട്ടുമുണ്ട്. 33ാമത് അറബ് ഉച്ചകോടി ബഹ്റൈനിൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തുന്ന ട്രാഫിക് നിയന്ത്രണങ്ങൾ കാരണത്താൽ രാജ്യത്തെ സർക്കാർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. വാർഷിക പരീക്ഷ അടുത്തിരിക്കുന്നതിനാൽ അവധി സ്റ്റഡി ലീവായി പരിഗണിക്കാനും നിർദ്ദേശിച്ചു. സ്വകാര്യ സ്കൂളുകൾ ഈ ദിനങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താനും നിർദ്ദേശിച്ചു. ഈ ദിവസങ്ങളിൽ അവധി കൊടുക്കാനും പകരം മറ്റു ദിവസങ്ങളിൽ പഠനം നടത്താനുള്ള സാധ്യതകൾ ആരായാനും നിർദ്ദേശിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പരീക്ഷകൾ ഉണ്ടെങ്കിൽ അതിന്റെ മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കിൻഡർ ഗാർഡനുകൾക്കും 2 ദിവസം അവധി നൽകും. മെയ് 16 ബഹ്റൈനിൽ നടക്കുന്ന 33ാമത് അറബ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈൻ യൂണിവേഴ്സിറ്റിക്ക് 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ട്രാഫിക് നിയന്ത്രണമുള്ളതിനാൽ മെയ് 15, 16 തീയതികളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് 16 ബഹ്റൈനിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നിയമനിർമ്മാണ സഭകൾ പ്രത്യേക യോഗം വിളിച്ചു. പാർലമെന്റ്, ഷൂറ കൗൺസിൽ, വിദേശകാര്യ മന്ത്രാലയം എന്നിവയുടെ സംയുക്ത യോഗമാണ് കഴിഞ്ഞ ദിവസം ചേർന്നത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി, ഷൂറ കൗൺസിൽ അധ്യക്ഷൻ അലി ബിൻ സാലിഹ് അസാലിഖ്, പാർലമെന്റ് അധ്യക്ഷൻ അഹമ്മദ് ബിൻ സൽമാൻ അൽ മുസല്ലം എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ പാർലമെന്റ് അംഗങ്ങൾ, ഷൂറ കൗൺസിൽ അംഗങ്ങൾ, ഇരുസഭകളിലെയും ഓഫീസ് അതോറിറ്റി അംഗങ്ങൾ, ഇരുസഭകളിലെ വിദേശകാര്യ പ്രതിരോധ സുരക്ഷാ സമിതി അംഗങ്ങൾ, വിദേശകാര്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ അടക്കം ഉയർന്ന ഉദ്യോഗസ്ഥർ, പാർലമെന്ററി കാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നിയമനിർമ്മാണ സഭകളും സർക്കാരും തമ്മിൽ യോജിച്ച പ്രവർത്തനം അനിവാര്യമാണെന്ന് ഇരുസഭകളുടെയും അധ്യക്ഷന്മാർ ചൂണ്ടിക്കാട്ടി. അറബ് ഉച്ചകോടിക്ക് ആതിഥ്യമരുളാൻ ബഹ്റൈന് സാധിച്ചത് നേട്ടമാണെന്നും യോഗം വിലയിരുത്തി. അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കാനും മേഖല അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണാനുമുള്ള ചർച്ചകൾ ഉച്ചകോടിയിൽ ഉയരുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു. പലസ്തീൻ പ്രശ്നത്തിൽ നീതിപൂർവവും ഉറച്ചതുമായ ബഹ്റൈന്റെ നിലപാട് ഏറെ ശ്രദ്ധേയമാണെന്ന് പാർലമെന്റ് അധ്യക്ഷൻ പറഞ്ഞു. ഉച്ചകോടിയിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ പാർലമെന്റ് മുന്നിലുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹ്റൈന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന ഏടാണ് അറബ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കാൻ സാധിക്കുന്നതിലൂടെ നേടിയെടുക്കുന്നതെന്നും ഷൂറ കൗൺസിൽ അധ്യക്ഷൻ വ്യക്തമാക്കി. ഷൂറ കൗൺസിലിന്റെ മുഴുവൻ പിന്തുണയും അദ്ദേഹം ഉച്ചകോടിക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ബഹ്റൈനിൽ നടക്കുന്ന ഏറെ സുപ്രധാനമായ ഉച്ചകോടിക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത പാർലമെന്റിനും ഷൂറ കൗൺസിലിനും വിദേശകാര്യമന്ത്രി പ്രത്യേകം നന്ദി അറിയിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് ബഹ്റൈൻ ലൈഫ് ലൈൻ എന്നൊരു പുതിയ സംരംഭം രൂപവൽക്കരിച്ചു. സാമൂഹിക പ്രവർത്തക ആയിഷ സയ്യിദ് ഹനീഫ് ഉദ്ഘാടനം ചെയ്തു. ഹെൽപ്പ് ലൈൻ കൺവീനർ ഉസൈബ മായ രാജു, സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് പ്രസിഡന്റ് അലീമ ബേബി, വൈസ് പ്രസിഡന്റ് ഷക്കീല മുഹമ്മദ് അലി, ജോയിന്റ് സെക്രട്ടറി ഷംല, കോർഡിനേറ്റർ റോബി, ട്രഷറർ നിജാസുനീത്, സിസ്റ്റേഴ്സ് മെമ്പർമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ഉദ്ഘാടനം ചെയ്തു.
ഭിന്നശേഷി കുട്ടികൾക്കായി കൊയിലാണ്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെസ്റ്റ് ഇന്റർനാഷണൽ അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ ബഹ്റൈൻ ചാപ്റ്റർ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി വനിതാ വിഭാഗം അംഗങ്ങളും സജീവ പ്രവർത്തകരും പങ്കെടുത്തു. ഭിന്നശേഷി മേഖലയിൽ ഏറ്റവും പുനരധിവാസ കേന്ദ്രത്തിനുള്ള ഇത്തവണത്തെ കേരള സർക്കാരിന്റെ പുരസ്കാരം ന്യൂയോർക്കിന് ലഭിച്ചു. കേരള സർക്കാരിന്റെ അമ്മത്തൊട്ടിൽ പദ്ധതിയിലൂടെ ഏറ്റെടുക്കുന്ന ഉപേക്ഷിക്കപ്പെടുന്ന ഭിന്നശേഷി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പ്രത്യേക കേന്ദ്രവും ന്യൂയോർക്കിനുണ്ട്. കഴിഞ്ഞ റമദാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ന്യൂയോർക്ക് ബഹ്റൈൻ ചാപ്റ്റർ സ്വരൂപിച്ച തുക അർഹതപ്പെട്ട ഭിന്നശേഷി കുട്ടികളുടെ ചെലവിലേക്കായി നൽകിയതും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് മാതൃസ്ഥാപനമായ നെസ്റ്റിന് സഹായം എത്തിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഗമത്തിൽ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ ഭിന്നശേഷി കുട്ടികളെ സഹായിക്കാനുള്ള തുക മാസവരിയായി കണ്ടെത്താനുള്ള ഭാവി പ്രവർത്തന രൂപരേഖയും പ്രവർത്തക സംഗമത്തിൽ തയ്യാറാക്കിയതായും ഭാരവാഹികൾ അറിയിച്ചു. 2024 സീറോ മലബാർ സൊസൈറ്റിയുടെ സിംസ് വർക്ക് ഓഫ് മേഴ്സി പുരസ്കാരം മഹർ ഫൗണ്ടേഷൻ സ്ഥാപക സിസ്റ്റർ ലിസി കുര്യന് ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് മെമ്മറീസ് ഹാളിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങിൽ സമ്മാനിച്ചു. നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മഹർ ഫൗണ്ടേഷനിലൂടെ സിസ്റ്റർ ലൂസി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് സിസ്റ്റർ ലൂസിയെ പുരസ്കാരത്തിന് അർഹരാക്കിയത്. 1997 അമ്മ വീട് എന്നർത്ഥമുള്ള മഹേർ സ്ഥാപിച്ച സിസ്റ്റർ ലൂസിയുടെ അശ്രാന്ത പരിശ്രമവും സമർപ്പിത സംഘത്തിന്റെ പ്രവർത്തനവും വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് കാരണമായി. ചടങ്ങിൽ ഐമാക് BMC ചെയർമാൻ ശ്രീ ഫ്രാൻസിസ് കൈതാരത്തിന് സിംസ് സോഷ്യൽ ബെനവലൻസ് അവാർഡും ഗൾഫ് ഒലിവ് ട്രേഡിംഗ് ചെയർമാനും MD-യുമായ ജിമ്മി ജോസഫിന് സിംസ് ബിസിനസ് എക്സലൻസ് അവാർഡും ഖലീൽ അൽ ദൈലാമി സമ്മാനിച്ചു. സിംസ് ജനറൽ സെക്രട്ടറി സബിൻ കുര്യാക്കോസ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ പ്രസിഡന്റ് ഷാജൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. സിംസ് വൈസ് പ്രസിഡന്റ് ജീവൻ ചാക്കോ നന്ദി രേഖപ്പെടുത്തി. സ്ത്രീധനം കുറഞ്ഞുപോയെന്ന കാരണത്താൽ നവവധു ഭർത്തൃവീട്ടിൽ ക്രൂരമർദ്ദനമേറ്റതായി പരാതി. പറവൂർ സ്വദേശിയ യുവതിയാണ് കോഴിക്കോട് പന്തരങ്കാവ് പന്നിയൂർക്കുളത്തെ ഭർത്തൃവീട്ടിൽ ശാരീരിക മാനസിക പീഡനത്തിന് ഇരയായത്. പന്തരങ്കാവ് പന്നിയൂർക്കുളം സ്നേഹതീരത്തിൽ രാഹുലുമായുള്ള ഇവരുടെ വിവാഹം കഴിഞ്ഞ 5-നായിരുന്നു. പന്നിയൂർക്കുളം മാട്രിമോണിയൽ മുഖേന ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് വിവാഹിതരായത്. വിവാഹത്തിന്റെ 7ാം നാൾ അടുക്കള കാണൽ ചടങ്ങിന് പലഹാരങ്ങളും സമ്മാനങ്ങളുമായി 26 അംഗ സംഘം രാഹുലിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ദേഹമാസകലം പരിക്കേറ്റ നിലയിൽ പെൺകുട്ടിയെ കണ്ടത്. കാര്യമന്വേഷിച്ച് വീട്ടുകാരോട് ശൗചാലയത്തിൽ തെന്നി വീണതെന്നാണ് പെൺകുട്ടി പറഞ്ഞത്. അങ്ങനെ പറയാൻ പെൺകുട്ടിയോട് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നെന്നും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ക്രൂരമർദ്ദനത്തിന്റെ കഥയറിഞ്ഞതെന്നും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. രാഹുൽ ബെൽറ്റ് കൊണ്ടടിച്ചെന്നും മൊബൈൽ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചെന്നും യുവതിയുടെ പിതാവ് പറഞ്ഞു. പെൺകുട്ടിയുടെ വീട്ടുകാർ ചെല്ലുന്നതിന്റെ തലേന്നാണ് മർദ്ദനമുണ്ടായതെന്നും പറയുന്നു. പെൺകുട്ടിയെ ഫറൂഖ് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം 26 അംഗ സംഘം ഭദ്രകാവ് പോലീസ് സ്റ്റേഷനിലെത്തി. എന്നാൽ പോലീസ് ഇൻസ്പെക്ടറുടെ ഭാഗത്തുനിന്ന് മോശം ഇടപെടലാണ് ഉണ്ടായതെന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. ഉച്ചയ്ക്ക് 1-ന് സ്റ്റേഷനിലെത്തിയ ഇവർ രാത്രി 7-ന് ശേഷമാണ് പറവൂരിലേക്ക് തിരിച്ചത്. തങ്ങൾ പറവൂരിലേക്ക് തിരിക്കും മുൻപേ രാഹുലിനെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചെന്നും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. തുടർന്ന് പെൺകുട്ടിയുമായി പറവൂരിലേക്ക് തിരിച്ചു പോരുകയായിരുന്നു. പെൺകുട്ടിയെ പിറ്റേന്ന് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കൗൺസിലിംഗിനും വിധേയമാക്കി. കോട്ടയം സ്വദേശികളായ രാഹുലിന്റെ കുടുംബം 4 വർഷം മുൻപാണ് പന്നിയൂർക്കുളത്ത് താമസമാക്കിയത്. ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ് രാഹുൽ. തിരുവനന്തപുരത്ത് IT കമ്പനിയിൽ എഞ്ചിനീയറാണ് യുവതി. SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം സാഹിത്യകാരൻ KP രാമനുണ്ണിക്ക് സമ്മാനിക്കും. കഥ, നോവൽ ലേഖനം, പ്രഭാഷണം എന്നീ മേഖലകളിലെ സംഭാവനകൾ, നിലപാടുകളിലെ മാനവികത എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം KP രാമനുണ്ണിക്ക് നൽകാൻ തീരുമാനിച്ചതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാമനുണ്ണിയുടെ ഹൈന്ദവം എന്ന കഥാപുസ്തകമാണ് പുരസ്കാരത്തിന് അർഹത നേടിയിരിക്കുന്നത്. ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ അത്യന്തം കലാത്മകമായി അവതരിപ്പിക്കുന്നു എന്നതാണ് ഹൈന്ദവത്തിലെ കഥകളുടെ പ്രത്യേകതയെന്നും ജൂറി വിലയിരുത്തി. 25,000 രൂപയും പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രൊഫസർ MK സാനു, ഡോക്ടർ P സോമൻ, ശ്രീമതി സുജ സൂസൻ ജോർജ് എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടുമെന്ന പ്രചാരണങ്ങളുടെ പ്രതികരണവുമായി റെയിൽവേ രംഗത്തെത്തി. പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഡിവിഷൻ വിഭജനത്തെക്കുറിച്ചോ ലയനത്തെക്കുറിച്ചോ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ അരുൺകുമാർ ചതുർവേദി വ്യക്തമാക്കി. അടിസ്ഥാനരഹിതമായ പ്രചാരണം പൊതുജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമത്തിലൂടെ അതിവേഗം പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളുടെ വസ്തുത പരിശോധിക്കാതെ പല പ്രമുഖരുടെയും പ്രതികരണം കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഡിവിഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പിന്മാറണമെന്ന് ചൂണ്ടിക്കാണിച്ച് മന്ത്രി V അബ്ദുറഹ്മാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം.
കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.